എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചെവി കിടന്നതാമെന്നേ അപ്പോൾ പിടിച്ചു. എന്നെ അൻപോടു എന്താണ് എന്നിൽ കണ്ടത്? ചെവി കിടന്നതാമെന്നേ അപ്പോൾ പിടിച്ചു. You
Hallelujah.
സദൃശവാക്യങ്ങൾ 5, 1 മുതൽ 10 വരെ. മകനെ വലതുകളിനെ കാത്തുകൊള്ളേണ്ടതിന് നിന്റെ അതരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ ബോധത്തിൽ ചെവിചായിക്കുക. പരിസ്ഥിതിയുടെ ആദരങ്ങളിൽ നിന്നും തേൻ ഇറ്റിട്ട് വീഴുന്നു, അവരുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേലും അവരുടെ അന്യം പോലെ കയ്പും ഇരുവായി വാൾ പോലെ മൂർച്ചയുള്ള ഉള്ളിൽ തന്നെ. അവരുടെ കാലുകൾ മരണത്തിലേക്ക് ഉറച്ചുമില്ല, അവരുടെ കാലടി പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ ആശ്ചര്യമായിരിക്കുന്നു, അവൾ അറിയുന്നതുമില്ല. ആകെ മക്കളെ എന്റെ വാക്ക് കേൾപ്പി, എന്റെ വായിലെ മൊഴികളെ വിട്ടുമാറരുത്. എന്റെ വഴിയെ അവളുടെ അകറ്റു, അവളുടെ വീടിന്റെ വാതിലോട് അടുത്തിരിക്കുന്നു. എന്റെ യവന ശക്തി അന്യന്മാർക്കും എന്റെ ആണ്ടുകൾ കൂടുതലും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവന്റെ വീട്ടിൽ ആയിപ്പോകരുത്. നമുക്ക് ദൈവത്തിന്റെ നാമത്തെ നമസ്കരിക്കാം. ഒരു ചെറിയ മെസ്സേജിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ സ്വന്തം ബുദ്ധിയിൽ നിന്നോ ശക്തിയിൽ നിന്നോ വരാതുള്ള പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിലൂടെ എന്തെങ്കിലും പറയുന്നുവെങ്കിൽ അത് കർത്താവിൽ നിന്നായിരിക്കാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കണമേ. ഞാനൊരു പ്രാസംഗികയൊന്നുമല്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിന്റെ അവസാനവും പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞതിന് ശേഷം ഏലിയാവ് ചെയ്തതെന്താ? ആഹാബിനോട് പറഞ്ഞു. ആഹാബ് മലമേൽ കയറിപ്പോയി. എന്നാൽ ഏലിയാവ് ചെയ്തതോ, കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പോകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഏലിയാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വചനം പറയുന്നു, നമ്മെ പോലെ തന്നെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിച്ച, കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച, കർത്താവിന് പഴയ നിയമകാലത്ത് യേശു ക്രിസ്തുവിനെയല്ല, യഹോവയാം ദൈവത്തെ തന്നെ, അവൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിന്റെ നെല്ലിൻ കീഴിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന്റെ അത് വാക്കിനാൽ ആ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏലിയാവിന്റെ കഥകളൊക്കെയും അറിയാം. എന്നാൽ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. നമ്മൾ ഓർക്കുക, ഏലിയാവ് നമ്മളെ പോലെ സമസ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. ഒരു പ്രത്യേകതയും ആ മനുഷ്യനുണ്ട് എന്ന് എടുത്തു പറയുന്നില്ല. പക്ഷേ അനേക ഗുണഗണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ആ ഏലിയാവിനെ പോലെ തന്നെയാണ് നമ്മളും ആയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏലിയാവ് ചെയ്ത കാര്യങ്ങളൊക്കെയും നമ്മളിലൂടെയും ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ പോലെ തന്നെയുള്ള മനുഷ്യൻ 3 വർഷക്കാലം ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന്
വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ ദർശിക്കാം. ഹല്ലേലൂയ. ആ പ്രത്യേക സാഹചര്യങ്ങളൊക്കെയും നമുക്കറിയാവുന്നതാണ്. കഥ ഒരുപാടൊന്നും വിവരിക്കുവാൻ സമയമില്ലല്ലോ. ഹല്ലേലൂയ. അതേ ദേശം ഇസ്രായേൽ ജനം ക്ഷാമത്താൽ വലഞ്ഞു, വരൾച്ചയാൽ വലഞ്ഞു. ആകെ ഏലിയാവിനോട് അതേ രാജാവിന് ദേഷ്യമായി. എന്നാലോ കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് ഇപ്രകാരം പറയുക. എന്തു പറയും? ദേശത്ത് മഴ പെയ്യിക്കാൻ പോവുക. ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. നമ്മുടെ അത് മാനുഷികമായിരിക്കുന്ന സ്വഭാവമാണ്. എന്നാൽ ആഹാബിന് ഒരു വിശ്വാസമുണ്ട്. അയച്ചത് കർത്താവാണെങ്കിൽ, പറഞ്ഞത് കർത്താവാണെങ്കിൽ, ഹല്ലേലൂയ, വാക്ക് പറഞ്ഞവനെ അവന്റെ വാഗ്ദത്തത്തെ നാം വിശ്വസിച്ചാൽ അത് വള്ളിക്ക് പുള്ളിക്ക് വിശ്വാസമില്ലാതെ അത് അപ്രകാരം തന്നെ സംഭവിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ അതേ നിശ്ചയവും. ആ നിശ്ചയവും ഉറപ്പും പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. അത് നമ്മൾ ഓർക്കുക. ആഹാബിനോട് മഴ പെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തേ? കർമ്മേൽ പർവ്വതത്തിലേക്ക് കയറി. മുന്നും പിന്നും നോക്കിയില്ല. തന്റെ കൂടെയുള്ളവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയില്ല. അവരെ ചെയ്യിപ്പിക്കാൻ നോക്കിയുമില്ല. താൻ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ ചെയ്യുക മാത്രമാണ്. അതെ, അവിടെ മുഴങ്കാലിൽ ഇരുന്നു, മുട്ടുമടക്കിയിരുന്നു, തല മുട്ടുകൾക്കിടയിലേക്ക് കുനിച്ചു വെച്ചു. അപ്പൊ നമ്മൾ ശരിക്കും നിലത്തിരിക്കുകയല്ല, മുട്ടിന്മേൽ ഇരിക്കുകയാണ്. ആ കാലുകൾക്കിടയിലേക്ക് തല കുനിച്ചു വെച്ച് അവിടെ എന്തോ ആയിരിക്കും ചെയ്യുന്നത്? അവന്റെ ഹൃദയം സ്വർഗത്തിലേക്ക്, അതേ കർത്താവിന്റെ സന്നിധിയിലേക്ക് പകരപ്പെടുകയാണ്. കർത്താവേ, നീ എന്നോട് പറഞ്ഞു മഴ പെയ്യിക്കുമെന്ന്. അതെ, അതിവിടെ സംഭവിക്കുമാറാക്കണം. കർത്താവ് പറഞ്ഞിട്ടല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. അതേ അവന് കൃത്യമായിട്ട് അറിയാം. അതെ, അവിടെ ആ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന ആ ഒരു വിശ്വാസത്തിൽ ഏലിയാവ് അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. എന്നിട്ട് തന്റെ അവിടെ ഇരുന്ന നിമിഷം തന്നെ ബാല്യക്കാരനോട് പറയുക, നീ അങ്ങോട്ട് ചെന്ന് കടലിലേക്ക് നോക്കാൻ. ബാല്യക്കാരൻ അനുസരണയുള്ളവരായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കാം. നമ്മളാണെങ്കിൽ അത് കേൾക്കുകയില്ല. ആ ബാല്യക്കാരൻ ഒന്നാം പ്രാവശ്യം ചെന്ന് നോക്കി, അയ്യോ യജമാനെ, ഞാൻ അതൊന്നും കാണുന്നില്ല. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, 6 പ്രാവശ്യവും പറഞ്ഞു. ബാല്യക്കാരൻ മടുത്തുപോയി കാണും. അവൻ പോയി നോക്കും, അവന്റെ ഉള്ളത്തിൽ ദേഷ്യമൊന്നും കാണും. എന്നാൽ 7-ാം പ്രാവശ്യം അവനോട് പോയി നോക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, യജമാനെ, ഒരു മനുഷ്യന്റെ കൈ പോലെ. ഒരു മനുഷ്യന്റെ കൈക്ക് എത്രത്തോളം വലിപ്പമെന്ന് നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യന്റെ കൈക്ക് എത്രത്തോളം വലിപ്പമുണ്ടോ അത്രയും ചെറിയൊരു മേഘം കടലിൽ നിന്ന് പൊങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ആ ചെറിയ, ആ കൈ പോലെയുള്ളതായ ആ ചെറിയ മേഘത്തിന്റെ പുറകിൽ ഹല്ലേലൂയ ഒരു വലിയ മുഴക്കം. തല മുമ്പിട്ടിരിക്കുന്ന ഏലിയാവ് ഒരു വലിയ മുഴക്കം കേട്ടു. എന്തിന്റെ മുഴക്കം? ആർത്തലച്ചു പെയ്യുവാൻ പോകുന്ന ഒരു വലിയ മഴയുടെ ഇരമ്പ. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിച്ച മടുത്തു പോകുന്ന പല വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ 1 പ്രാവശ്യം പ്രാർത്ഥിക്കും, 2 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോ ഈ കർത്താവ് പ്രാർത്ഥന കേൾക്കാത്ത ദൈവം, എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല, ഇതാണോ ദൈവം? മടുത്തു പോകും ഇല്ലേ? പറയാറില്ലേ? ഞാനും ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ പല വിഷയങ്ങളിലും നീറുന്ന സമയത്ത് എന്താ കർത്താവേ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മാനുഷികമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. ഒരു കൈ പോലത്തെ ചെറിയ മേഘം കണ്ടപ്പോൾ ഏലിയാവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിച്ചു കർത്താവിലേക്ക്. ആ മനുഷ്യനെ മനസ്സിലായി കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണെന്ന്. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ കണ്ണാലവൻ ആഹാബിനോട് പറഞ്ഞു, നീ മഴയ്ക്ക് മുൻപേ മുന്നോട്ട് പോവുക.
എന്ന് ആഹാബ് എന്താക്കാലപ്പോ ഏലിയാവ് എന്താ കാണിച്ചേ? വൃദ്ധനായ ഒരു മനുഷ്യൻ, ബലഹീനനായ ഒരു മനുഷ്യൻ, നമ്മെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ, എല്ലാ മാനുഷിക സ്വഭാവങ്ങളും ബലഹീനതകളും ഉള്ള ഒരു മനുഷ്യൻ അര കെട്ടി മുറുക്കി ആഹാബ് രഥത്തിന്മേൽ കയറി ഓടിയപ്പോൾ ആ രഥത്തിനു മുൻപേ ഓടുവാൻ തക്കവണ്ണം ആത്മാവിൽ ബലപ്പെട്ട ഒരു ബലഹീന മനുഷ്യൻ. ഹല്ലേലൂയ. ഈ ഒരു അനുഭവം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരണ്ടുണങ്ങിയ മഴ ഇല്ലാത്ത നനമില്ലാത്ത അവസ്ഥകളിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത അവസ്ഥകളിൽ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, ഏലിയാവിന്റെ ആ ഒരു വിശ്വാസത്തെ നമ്മളൊന്ന് നോക്കുക. ആ മനുഷ്യൻ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അവൻ എന്താശിക്കുന്നോ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ആ ദൈവത്തിൽ അവനൊരു നിശ്ചയമുണ്ട്, അവൻ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർത്താവ് അവനോട് പറയാൻ പറഞ്ഞാൽ ആ ഏലിയാവ് മനസ്സിലാക്കി, എന്റെ നാവിന്മേൽ മരണവും ജീവനും കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങളിൽ 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നു, നാവിന്മേലായിരിക്കുന്ന ജീവനും മരണവും. ഹല്ലേലൂയ. അതൊരു അധികാരമാണ്. ഹല്ലേലൂയ. അതെ, നമ്മൾ പ്രകൃതിയോട് കൽപ്പിച്ചാൽ പ്രകൃതി നമ്മളെ അനുസരിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലും ഞാനിത് പ്രാവർത്തികമാക്കുന്നുണ്ട് പലപ്പോഴും. കാരണം ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട് അതിഭയങ്കരമായ കൊടും കാറ്റ് പോലത്തെ ചുഴലിക്കാറ്റും മഴയും ഇടിയും വരുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ദേശത്തിന്റെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. മഴയുടെ ഇരമ്പം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, കാറ്റിന്റെ അനക്കം കേൾക്കുമ്പോൾ ഞാൻ കൈ ഉയർത്തി ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ എന്റെ കർത്താവിനോട് പറയും, കർത്താവേ, നീ എന്നെ ദേശത്തിന്റെ കാവൽക്കാരിയാക്കിയിരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ മേൽ വീശുന്ന കാറ്റെ മഴയെ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ശാന്തമാകുക. ഹല്ലേലൂയ. കൽപ്പിക്കും. കൽപ്പിച്ചാൽ അതാപ്രകാരം തന്നെ സംഭവിക്കുന്നത് ഇന്നും ഞാൻ എന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. ഏലിയാവിനെ പോലെ നമ്മുടെ നാവിന്മേൽ കർത്താവ് തന്നിരിക്കുന്ന ആ അധികാരം, ജീവന്റെ അധികാരം, ഹല്ലേലൂയ, അത് നമ്മൾ തിരഞ്ഞെടുത്ത് അത് നമ്മൾ പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മൾ മനസ്സിലാക്കുക. മടുത്തു പോകാത്ത പ്രാർത്ഥന. 6 പ്രാവശ്യം നോക്കി ഒന്നും കണ്ടില്ല, എന്നാൽ 7-ാം പ്രാവശ്യം കണ്ടു. ആ ചെറിയ മേഘത്തിൽ നിന്നും ഒരു വലിയ മുഴക്കത്തിന്റെ ആരംഭം. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് എന്തെങ്കിലും തന്നിരിക്കുന്നുവെങ്കിൽ അത് ചെറുതായിട്ട് ആദ്യം നമ്മൾക്ക് തോന്നാം, എന്നാൽ അതിനപ്പുറത്ത് ഒരു വലിയ മഴയുടെ മുഴക്കം. ഹല്ലേലൂയ. നമ്മുടെ ശൂന്യതയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുന്നത് നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ യാചിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ നിശ്ചയം നമ്മൾ പ്രാപിക്കുക. രോഗമായിരുന്നാലും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടമായിരുന്നാലും ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി അധികാരത്തോടുകൂടെ അതെ നമ്മൾ പറയണം, എന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരാ? നിന്നേക്കാൾ വലിയവനെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് ആയതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ ഇന്ന പ്രതിസന്ധികൾ രോഗമായാലും പ്രതിസന്ധികളായിരുന്നാലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് എന്തായിത്തീരണം? പർവ്വത സമാനമായിരുന്ന വിഷയങ്ങൾ അത് പൊടിയായി മാറണം. അത് ഇല്ലാതെ ആയിത്തീരണം. ഹല്ലേലൂയ. അതുപോലെ ആ മഴയുടെ മുഴക്കം, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ശബ്ദം. ഈ വലിയ മഴയുടെ ഇരമ്പൽ കേൾക്കുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ കാതുകളെ കർത്താവിലേക്ക് തുറക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ വിശ്വാസം നിറച്ചുകൊണ്ട് അത് ഉറപ്പും ധൈര്യവും പ്രാപിച്ച് കർത്താവിനോട് ചോദിച്ചാൽ ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മഴയുടെ ഇരമ്പത്തിനായി കാതുകളെ കൂർപ്പിച്ച് അത് നമ്മൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ മുന്നേറുവാൻ തക്കവണ്ണം ശ്രമിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
Hallelujah. Hallelujah. സ്തോത്രം. കർത്താവിന്റെ ശക്തിയോട് മഹത്വപ്പെടുകയാണ്. Hallelujah. Hallelujah. തുടർന്നുള്ള അവസരം വേണ്ടി ആരാധിക്കാം. ചേർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ. Hallelujah. സ്തോത്രം.
ഇന്നത്തെ വാർത്ത നബിയിലേക്ക് പ്രാർത്ഥിച്ച സമയത്ത് Praise the Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം ഹല്ലേലൂയ ഒരു പാട്ടോടെ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ 150 സങ്കീർത്തനം 5-6 വാക്യത്തിൽ പറയുന്നു, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ജീവനുള്ളവരാണ്. ഹല്ലേലൂയ. എത്രയോ ജീവിതങ്ങൾ ഇന്നത്തെ ദിവസം കാണുവാൻ കഴിയാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമ്മെ ഓരോരുത്തരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സ്തുതി പരിപാലിച്ച ദൈവത്തെ ഹല്ലേലൂയ നമുക്ക് നന്ദിയോടെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതികളിലും
സ്തോത്രം. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് വർഷിപ്പ് നടത്തുവാൻ തക്കവണ്ണം സ്വർഗം പ്രസാദിക്കുന്ന ഒരു വർഷിപ്പ് നടത്തുവാൻ വേണ്ടി സഹായിച്ചതിനായി നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മുടെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ ഉണക്കാം. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ പ്രഭാതം നിങ്ങൾക്ക് നൽകുന്നതായി സ്തോത്രം നാഥ. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങളെ, വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ കൂട്ടി വരുത്തി കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഒന്നിച്ചുകൂടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗീയമായ ഒരു ആരാധന കൂടി വരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ച് അങ്ങേ ബലപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാഥാ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപാനുഗ്രഹങ്ങളും നൽകുന്ന പ്രാർത്ഥിക്കുന്നു. അനർത്ഥം ആപത്തും ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുത്തെ കണ്ണകൃഷ്ണമണി പോലെ ഞങ്ങളേവരെയും അവിടെ പരിപാലിക്കുന്നവരുടെ വക്രമയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം. യേശുനാഥ സ്തോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഉയരുവാൻ തക്കവണ്ണം, സ്വർഗം പ്രസാദിക്കുന്ന ആരാധന ഉയരുവാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ആരാധനയിൽ ബലപ്പെടുവാൻ തക്കവണ്ണം, ഞങ്ങൾ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം, ഞങ്ങൾ രോഗികൾക്ക് സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം, അത്ഭുതം നടപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കടന്നു ഏവരും ഞങ്ങളെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ട തിരുമേശയ്ക്കായി സ്തോത്രം കർത്താവേ. ഇത് ഞങ്ങൾ സംബന്ധിച്ച കർത്താവേ, അത് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ശരീരാത്മ ദേഹികളെ അവിടുന്ന് വിശുദ്ധീകരിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കൈകൾ നീട്ടി കർത്താവേ, ഇത് അനുഭവിച്ച കർത്താവേ, ഞങ്ങൾ കർത്താവ് നിത്യമായ സന്തോഷം അവിടുന്ന് നിത്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഏവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്തദാസനായ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ അവിടെ ദൈവിക ആലോചനകൾ കർത്താവേ അവിടുത്തെ ജനത്തിന് കൈമാറുവാൻ തക്കവണ്ണം അവിടുത്തെ ദാസനെ അവിടെ ശക്തീകരിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നിങ്ങൾക്ക് സഭയ്ക്ക് കൈമാറുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നാമ സ്തോത്രം കർത്താവേ. ഞങ്ങൾ വിവിധങ്ങളായ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. അവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ആശ്രയികൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓൺലൈനിലൂടെ ഇതുപോലെ സംബന്ധിക്കുന്ന ഏവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവിലേക്ക് അനുഗ്രഹപ്രദമായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആത്മീയ ഒരു വിടുതൽ ലഭിക്കാൻ വേണം. അത് മുഖാന്തരമാക്കി പ്രാർത്ഥിക്കുന്നു. അടികളെ പൊടിയോളം സമർപ്പിക്കുന്നു. മാനമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. സകലങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുരക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. തുടർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അത് പല വിഷയങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആവശ്യപ്പെട്ട് നമുക്ക് കത്തുകൾ ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കൈപ്പട്ടൂരിൽ നിന്നും 21 വയസ്സുള്ള ഒരു യുവാവ്, ജിനു എന്ന യുവാവ് കാലിന് വേദന, നീർക്കെട്ട് വേദനയുമായി ഭാരപ്പെടുന്നു. അത് നമ്മൾ നിസ്സാരമായിട്ടാണ്, കാൽവേദന നിസ്സാരമായിട്ടല്ല. അത് അവര് ഡോക്ടേഴ്സിനെ സമീപിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഉത്തരം ഇതിന് ആയുഷ്കാലം ഇതിനൊരു പോംവഴിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ ഞങ്ങൾ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അല്ല, ഇതിന് വലിയ ഒരു വൈദ്യനുണ്ട്, ആ വൈദ്യത്തിലേക്ക് നമുക്ക് ഈ വിഷയങ്ങളെ സമർപ്പിക്കാമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. ആയതിനോട് സഭയുടെ ഒന്നായുള്ള പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, തലകൾ മുടക്കാം. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരബല ചിത്തര ശിഖാമര ശിഖാലത്തിന്റെ കർത്താവേ, ദിനമെന്ന മകനെ കർത്താവേ ഇത് സന്നിധിയിലേക്ക് നിങ്ങൾ കൊണ്ടുവയ്ക്കുക. കുടുംബത്തിന്റെ ആശ്രയമായിരിക്കുന്ന അമ്മയുടെ ഏക പ്രതീക്ഷയായിരിക്കുന്ന കർത്താവേ, ആ പൈതലിനെ അപ്പൊ അവിടുന്ന് കരുണയോടെ നോക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ മകൾ കർത്താവേ ആശ്രയമറ്റവളെ പോലെ ആ നിരാശയോടെ കർത്താവേ ജീവിതം പങ്കുനീക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ വചനമാകുന്ന കർത്താവേ ആത്മമാരെ ഹല്ലേലൂയ ആ പൈതലിന്റെ മേൽ, ആ ഭവനത്തിന്റെ മേൽ അവിടുന്ന് അയക്കുമാറാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മെഡിക്കൽ സയൻസ് കൈവിട്ടു, എന്നാൽ എന്റെ സ്വന്തത്തിലെ അപ്പൻ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ. അവിടുന്ന് മാറോടെ നിൽക്കുന്ന
കർത്താവ്. ഹല്ലേലൂയ. അപ്പോ സൗഖ്യമാകുവാൻ അവർക്ക് മനസ്സുണ്ട് കർത്താവേ. അവിടുന്ന് സൗഖ്യമാക്കേണ്ടതിനോട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ. ഞങ്ങൾ സഭയൊന്നാകെ ഹല്ലേലൂയ പരിചയത്തിന്റെ കാര്യങ്ങളിൽ അനുഭവപ്പെടുന്ന സകല രോഗബന്ധനങ്ങളും ഹല്ലേലൂയ അധികാരത്തോടെ അതിനെ ചവിട്ടി പുറത്താക്കുകയാ. യേശുവിന്റെ രക്തത്തിൽ അവന്റെ കാലുകളെ മുദ്രയിടുന്നു. ഹല്ലേലൂയ. കൃപ കൂടെ ഇരിക്കും. ജയം തന്നതിനായി സ്തോത്രം അപ്പ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് 8-ാം തീയതിയാണല്ലോ. എന്റെ വീടിന്റെ തൊട്ട അയൽവക്കത്ത് ജിത്തു എന്ന ഒരു മകനുണ്ട്. ആ മകന്റെ വിവാഹം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിക്കബിൾ വിശ്വാസികളാണ്. സഭയിലാണ് ജയിക്കബിൾ സഭയിലാണ് അവർ കൂടുന്നത്. എങ്കിലും എന്നോട് പ്രത്യേകമായി പറഞ്ഞു, ചേച്ചി എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഞാൻ നിശ്ചയമായും സഭയുടെ മധ്യ പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവന്റെ വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിനായി നമുക്ക് സഭയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അജിത്തു എന്ന മകനെയും അവനെ തുണയായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന അമിത എന്ന മകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് അവരെ കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ കർത്താവേ, മരണത്താൽ അല്ലാതെ വേർപിരിയാതെ വണ്ണം ഹല്ലേലൂയ യാതൊരു മനുഷ്യന്റെ മാനുഷിക കാര്യങ്ങളോ ദുഷ്ടാത്മ സേനയുടെ കാര്യങ്ങളോ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ വണ്ണം ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും യേശു ക്രിസ്തുവിന്റെ രക്തത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തെ മുദ്രയിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ജീവിതാന്ത്യത്തോളം അവർ സന്തോഷത്തോടെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി അപ്പ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലീല എന്ന സഹോദരി നെഞ്ചുവേദനയും ഹൃദയ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നു. 26-ാം തീയതി ആൻജിയോഗ്രാം പറഞ്ഞിരിക്കുകയാണ്. അതുവരെ എല്ലാം നിയന്ത്രിതമായിരിക്കാനും നല്ല ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ലഭിക്കാനും പൂർണ്ണമായ സൗഖ്യം ലഭിക്കാനും നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. സ്തോത്രം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥ പിതാവേ, നാഥ വീണ്ടും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്ന ലീല എന്ന സഹോദരിക്ക് വേണ്ടി സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെഞ്ചുവേദനയാൽ ഭാരപ്പെടുന്ന കർത്താവ് ഹൃദയ സംബന്ധമായ അസുഖമാണല്ലോ കർത്താവേ. അതിന് അങ്ങേ അസാധ്യമായി യാതൊന്നുമില്ല കർത്താവേ. യാതൊരു സാധ്യതയില്ലായിരുന്ന സ്ഥാനത്ത് ഒരു കൈമേഘം കണ്ട സ്ഥാനത്ത് ഒരു പേമാരി കൊടുക്കാൻ കഴിച്ച് പേമാരി ഗ്രഹിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളതായെല്ലാം ഈ വിഷയത്തെ അവിടുത്തെ കാര്യങ്ങളെ നിങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. അതുകൊണ്ട് ആശ്വാസം സൗഖ്യത്തിന്റെ വചനമയച്ച് കർത്താവേ, നിന്റെ മകൾക്ക് ആശ്വാസം കൊടുക്കണമേ, ഒരു വിടുതൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയൊന്നാകെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുന്ന് സൗഖ്യം അവിടെ നയിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ സഭയിലെ സുകുമാരൻ ചേട്ടന്റെ ഭാര്യ സുഖചേച്ചി സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. ഡിസ്ചാർജായി ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും പരിപൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, പ്രിയ സഹോദരിയെ കർത്താവെ തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മധ്യസ്ഥത അപേക്ഷിക്കുന്ന കർത്താവെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ മധ്യത്തിലൊക്കെയും അവർ നിറഞ്ഞു വന്ന് അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കാൻ നന്ദി. സ്തോത്രം. പ്രിയ മകളുടെ ഉദരത്തിന്മേൽ കർത്താവെ ഏത് വിധത്തിലുള്ളതായ കഷ്ടത കർത്താവെ അവൾ അനുഭവിക്കുന്നുവോ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ കർത്താവെ, മരുന്നുകൾ അസാധ്യമായതിനെ കർത്താവിന്റെ കരം തൊട്ട് അഖിലയാതിരെ നൽകുഴമ്പ് പൂശി സമ്പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൽപ്പിച്ചാകുന്ന കൃപയ്ക്കായി സ്തോത്രം. സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി. സ്തോത്രം തന്നെ കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. സ്തുതി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് നമുക്ക് പൊതുവായിട്ടുള്ള വിഷയമാണ്, അതായത് ലഹരിയുടെ അതിന്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നമ്മൾക്ക് നമ്മുടെ ഉത്തരവാദിത്വം
ചിന്തിച്ചുകൊണ്ട് നമുക്ക് സഭയായി പ്രാർത്ഥിക്കാം. പ്രത്യേകം ഈ വിഷയം ഇവിടെ കൊണ്ടുവരാൻ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വഴിയിൽ വെച്ച് ഒരു പാക്കറ്റ് കാണുവാനിടയായി. അപ്പൊ അതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ സംഗതി ഇതാണ്. കാരണം പറയാൻ കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി ഈ ലഹരിയുടെ ഇത് കടന്നു കൂടിയിരിക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും അത് പ്രാപ്യമായി ലഭിക്കുവാൻ വളരെ ഈസിയായ രീതിയിലെല്ലാം അത് അവരെ ശത്രു പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇത് ലഹരി എന്ന് പറയുന്ന വളരെ മാരകമായ ഒരു ഇതാണല്ലോ. അപ്പനേതാ മക്കളേതാ എന്നും സംഭവം അല്ലെ സഹോദരങ്ങളേതാ ഒന്നും തിരിച്ചറിയാത്ത ഒരു പൈശാചികമായ ഒരു ശക്തിയാണ് ഈ ലഹരി കൂടി കളഞ്ഞിരിക്കുന്നത്. അതിനൊരു പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങളും അതിനെല്ലാം വിമുക്തരാണെന്ന് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സമൂഹം അതിൽ ആ വിമുക്തിൽ നിന്ന് പിടിവെക്കപ്പെടുവാൻ വേണ്ടി സഭയായി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് ഞങ്ങൾ കർത്താവെ കരയുന്നപ്പാ. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കണ്ണീരൊഴുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നിങ്ങളോട് കൽപ്പിച്ചാക്കിയത് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കർത്താവെ. നിങ്ങളുടെ ബാല്യക്കാർ, നിങ്ങളുടെ യൗവനക്കാർ, നിങ്ങളുടെ കുമാരക്കാർ കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പാ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന കർത്താവെ. സുബോധം നഷ്ടപ്പെട്ടവരായി അപ്പന്റെ ഭവനത്തിൽ നിന്നവർ പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു. പന്നയുടെ വാളവരെ തിന്ന് കർത്താവെ അപ്പ അവർ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ. ഹാലലിയ കർത്താവെ, മയക്കുമരുന്നിനടിപ്പെട്ട് ഹാലലിയ സുബോധം നഷ്ടപ്പെട്ട് മാതാപിതാക്കളെ തിരിച്ചറിയാതെ വേണം, സഹോദരങ്ങളെ സമൂഹത്തെ തിരിച്ചറിയാതെ വേണം. ഹാലലിയ കർത്താവെ, സുബോധം നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഹാലലിയ കർത്താവെ അവിടെ ദൃഷ്ടിയിലേക്ക് മാറാകണമേ. ഹാലലിയ കർത്താവെ, അട്ടിജ്വാലിക്കത്ത കണ്ണുള്ളവനെ ഈ കുഞ്ഞുങ്ങളുടെ മേലൊക്കെയും അവരുടെ നാഡീ നരമ്പുകളുടെ മേൽ ലഹരിയുടെ കർത്താവെ എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ആസക്തികളെയും സർവശക്തനായിരിക്കുന്ന അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ചവർക്കുകയാണ്. രക്തമുള്ള മുദ്രയിട്ട് മറഞ്ഞത് കൃപ കുടിയിരുന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജുവലിൻ മകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മകൾ കാലിന് ചില അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നു. ഈ ബുധനാഴ്ച മകളുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കടന്നു പോവുകയാണ്. ആ ടെസ്റ്റ് സമ്പൂർണമായി അത് നോർമൽ ആയിരിക്കുന്നു എന്ന് കേൾപ്പാൻ തക്കവണ്ണം നമുക്ക് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം സ്തോത്രം ചെയ്ത കർത്താവെ, നിങ്ങളുടെ കുഞ്ഞിനെ കർത്താവെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക. നാളുകളായി കർത്താവെ നിന്റെ മകളെ വേദനപ്പെടുന്നു, ഞരങ്ങി പോകുന്ന കർത്താവെ സഹിക്കാൻ കഴിയാത്ത കഷ്ടതയുടെ മധ്യത്തിൽ അപ്പോൾ നിങ്ങൾക്ക് തന്റെ സമയം നീങ്ങളോട് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഹാലലിയ കർത്താവെ, അത് അപ്പാ ഒരു കൈ വേദനകളെ കാണിച്ചാൽ ഒരു മഴയുടെ ഇടപെടൽ കേൾക്കാൻ തക്കവണ്ണം പ്രത്യാശയോടെ വിശ്വാസത്തോടെ കർത്താവെ പ്രിയ മകളുടെ ബ്ലഡ് ടെസ്റ്റിന്റെ അവസ്ഥകളെ കടലിൽ ഏൽപ്പിക്കുക. ഹാലലിയ കർത്താവെ, അവിടെ ബ്ലഡിൽ വ്യാപരിക്കുന്ന എല്ലാ ബ്ലഡ് ടെസ്റ്റിനെയും നമ്മുടെ പ്രാർത്ഥന കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി കർത്തദാസനെ ക്ഷണിച്ചോളൂ. സന്തോഷത്തോട് കരങ്ങളുയർത്തി അടുത്തിരിക്കുന്ന ആൾക്ക് കൈകൊടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ കണ്ടില്ല, തൊട്ടടുത്തിരിക്കുന്ന ആളെ നിങ്ങൾ കണ്ടില്ല, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് സന്തോഷത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം. കുഞ്ഞുങ്ങളുണ്ടാണ്, വലിയ മോള് വന്നിട്ട് നേഹ മോൾ, മാറുന്ന കുഞ്ഞുങ്ങളെല്ലാം വന്നിട്ട് യൂത്ത് എല്ലാം വർഷത്തിന്റെ ഫ്രണ്ടിൽ കാണണം. അതൊക്കെ ചെയ്താലോ? ഹല്ലേലൂയ. ഓ സന്തോഷത്തോട് ഹല്ലേലൂയ.
യൂത്ത് മീറ്റിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യം ഉണ്ടായി. പാട്ടുകൾ പാടി ആരംഭിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. യൂത്തിന് നല്ലൊരു സന്ദേശം തന്നു. കൈപ്പത്തി പോലൊരു മേഘം അത് വലിയ മഴയായി പെയ്യാൻ പോവുകയാണ്. നീ കേട്ടത് ചെറിയൊരു ശബ്ദമാണെങ്കിൽ നീ കാണാൻ പോകുന്നത് വലിയൊരു മഴയായിരിക്കും. ആ രണ്ട് കൈകളും ഉയർത്തി പിടിച്ചാണ് വിശ്വസിക്കുന്നു. പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ആത്മാവിന്റെ ചൈതന്യം ഇന്ന് പകൽ ദൈവമാർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരവും അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ മാസം, ജൂൺ മാസത്തിന്റെ 2ാം ഞായറാഴ്ച ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. ഈ ഞായറാഴ്ച ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. രാത്രിയിലുള്ള നിന്റെ കരുതലിനായി, രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കായി ഈ ഗാനം ചേർന്നുപാടി ആത്മാവിന്റെ ദൈവത്തെയാണ്. രാത്രിയിലുള്ള നിന്റെ കരുതലിനായി രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവേ, ഇന്ന് പകൽ ഇവിടെ വരുവാൻ ഒരു യോഗ്യത എനിക്കില്ല. അവിടെ നിന്നോട് കാണിച്ച കരുണയ്ക്കാണ്, അവിടെ നിന്നോട് കാണിച്ച വിശ്വസ്തതയ്ക്കാണ്. പുകഴാൻ ഒന്നുമില്ല കർത്താവേ, പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവേ. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ കരുതുന്ന ദൈവമേ, അവൻ ഒരു നിമിഷം അതിൽ ബാലൻസ് കഴിഞ്ഞാൽ പക്ഷെ അവനെ കരുതുന്ന വിധങ്ങൾ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ മഹത്വം ഞങ്ങളുടെ നൽകിൽ ചേർന്ന് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യന സകല ദേവി ദേവന്മാരെക്കാൾ അവൻ വലിയ ദൈവമാണ്. അവന്റെ കരുതൽ എത്ര വലുതാണ്. കരമടിച്ച് പാടി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാം. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യന.
ജീവനായ ദൈവം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം എന്ന് പകലിനകത്തുള്ളിൽ വിട്ടു നിൽക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അജീവവർത്തിക്കുമ്പോൾ ശബ്ദവൃത്തി പ്രാർത്ഥനയെ നമ്മെ സഹായിക്കും. ഒന്നിച്ചാമി പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു. അവന്റെ വാക്കിന് അവർ വലയിറക്കിയപ്പോൾ വലയിൽ പെരുത്ത മീൻകൂട്ടമുണ്ടായി. ഈ 6-ാം മാസം വർഷത്തിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. കർത്താവിന്റെ വാക്കിന് ആര് വലയിറക്കുന്നോ അവർക്ക് പെരുത്ത മീൻകൂട്ടം ഉണ്ടാകാൻ പോവുകയാണ്. 6-ാം മാസം വർഷിപ്പിച്ചോണ്ടിരുന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ജനത്തോട് പറ, 6-ാം മാസം ചിലർക്ക് വേണ്ടി ഞാൻ വഴികളെ തുറക്കുന്ന ദൈവമാണ്. ആ കയ്യടിച്ചാത്മാവിൽ ആ ദൂത് ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിക്കാൻ ഇന്നലെ വരെ വലയെറിഞ്ഞിട്ടും ഒരു മീനും കിട്ടുന്നില്ലെങ്കിൽ, ഇന്നലെ വരെ പ്രതീക്ഷിച്ച് പല കണക്കുട്ടലുകൾ ചെയ്തിട്ടും ഒന്നും കാണുന്നില്ലെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയാം, 2025 ജൂൺ മാസം 6-ാം മാസം, ഈ മാസം ചില കുടുംബത്തിനകത്ത് പെരുത്ത മീൻകൂട്ടം ദൈവം തരാൻ പോവുകയാണ്. നീ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിച്ചു. എഴുന്നേൽക്കാൻ കഴിയുന്നവരെല്ലാവരും ചെല്ലുന്ന ഒരു പാട്ടുള്ള ആത്മാവിൽ ഇവിടെ സ്വാതന്ത്ര്യം കൊണ്ട് ആരാധനയ്ക്ക് കൈവരിച്ചു നൃത്തം ചെയ്ത ആത്മാവിൽ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എന്റെ നിക്ഷേപം നീ തന്നെ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ.
സാന്നിധ്യത്തിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആലോചനകളാലെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവനെ വെള്ളത്തിൽ കടക്കുമാറാക്കി വെള്ളം കല്യാണിയോളമായി അവനെ വീണ്ടും 1000 മുഴമാകുന്നു. വെള്ളത്തിൽ ഇറക്കി വെള്ളം മുട്ടോളമായി അവനെ വീണ്ടും 1000 മുഴമാകുന്നു. വെള്ളത്തിറക്കി വെള്ളം അരയോളമായി അവൻ വീണ്ടും 1000 മുഴമാകുന്നു. എന്നെ വെള്ളത്തിലിറക്കി നീന്തിയിട്ടല്ലാതെ നടത്താൻ കഴിയാത്ത മുട്ടേലിരുന്നുള്ള പ്രാർത്ഥന, അരകെട്ടിയുള്ള ശുശ്രൂഷ, അതിനപ്പുറത്ത് ദൈവപ്രവൃത്തി വെളുപ്പിടുന്ന ആത്മപരസ്യയുടെ ദിവസമാണ്. എന്തോ ഇതിനകത്ത് അസാധാരണ പിടിച്ചു നിർത്താൻ കഴിയാത്ത ആത്മപകർച്ച വെളിപ്പെട്ടു നിൽക്കുകയാണ്. ഭയങ്കര ആവശ്യകതയുമാണ്. ദൈവം ചെയ്ത നന്മ കൊത്തവണ്ണം ദൈവത്തെ ആരാധിച്ചോളൂ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ആരാധന നിന്നുകൊണ്ടിരിക്കുമോ ദൈവം നമ്മളെ കാണിച്ച കല്ലുകളാ. എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങളുടെ 2 കൈകളും അപ്പന്റെ കയ്യിലേക്ക് കൊടുത്ത്, അപ്പാ ഈ കൈകൾ ബലഹീനമാണ്, ഇത് ഉയർത്താൻ അവിടുന്ന് നമ്മുടെ കരുണ കാണിച്ചല്ലോ. ഒരു സ്ട്രോക്ക് വന്ന് നടന്നു പോകാമായിരുന്നു. കൈ പൊക്കാൻ കഴിയാതെ കൈക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. ചെയ്തു പകൽ ക്രൂശിൽ 2 വശത്തേക്ക് കൈകൾ വലിച്ചു നാണികടിയെത്തി കിടക്കുന്ന ഗുരുനാഥനെ ആ സ്നേഹത്തിന്റെ നിറവിൽ ഞാൻ നമ്മെ ആരാധിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനകത്ത് വെളിപ്പെട്ട ദൈവശക്തി ചിലത് രോഗക്കെട്ടുകൾ അടിക്കാൻ പോകുന്നു. വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും സൗഖ്യമാകുന്നില്ലെങ്കിൽ അത് കർത്താവ് സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. മരുന്ന് കഴിച്ചിട്ടും രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ദൈവസാന്നിധ്യം ഒത്തിരി ദിവസങ്ങളായി കാത്തിരിക്കുക. യേശു ഇപ്പോൾ വിടുതൽ കിട്ടും. ഇത്രയൊക്കെ വെച്ച് വിളമ്പി കൊടുത്തിട്ടും കർത്താവിന്റെ ആസറിന്റെ പോലെ ഇറങ്ങിയിട്ടും വന്നില്ലല്ലോ. ഞാൻ ഇത്രയൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടും എന്റെ കാര്യങ്ങൾക്ക് ഒരു നീക്കമില്ലോ എന്ന് ഭാരപ്പെടുന്നവർക്ക് ദൈവം പറയുക. നിന്റെ സമയം കഴിയുമ്പോൾ, നീ സറണ്ടർ ആകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വരും. അങ്ങനെ വിശ്വസിക്കുന്ന കൈ ഉയർത്തി അല്പസമയം എല്ലാം ചേർന്ന് ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് നിർത്താതെ എല്ലാവരും ചേർന്ന് ആർക്ക് വിളിച്ച് ഹല്ലേലൂയ പറഞ്ഞ അടുത്തിരിക്കുന്ന വ്യക്തി
തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയാൽ കൃപയാലേ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയാൽ കൃപയാലേ, യേശു ക്രിസ്തു മാധുര്യമാ. രുചിച്ചു നോക്കിയാൽ കൃപയാലേ, യേശു ക്രിസ്തു മാധുര്യമാ. ഓ ആരാധന, ആരാധന, ഓ ആരാധന, യേശുവിന് ആരാധന. ഓ ആരാധന, 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 യേശുവിന് ആരാധന. ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങൾ ഇരിക്കട്ടെ. ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. 118 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് ദൈവത്തെ ആരാധിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അഗ്രഹം പറയട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. എന്നെ സഹായിക്കുന്നവരുടെ കൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവർ എന്നെ വളഞ്ഞു, അതെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലങ്കി വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജീവിതയുടെ വാതിൽ എനിക്ക് തുറന്നു തരുകയും ഞാൻ അവയിൽ കൂടെ കിടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. എനിക്ക് ഉത്തരമല്ലേ രക്ഷയായി തീർന്നിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾക്ക് ശുഭ്രത നൽകണമേ. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകയും ആ വാക്യം ചേർത്ത് വായിച്ചെടുത്ത് വാക്യം. ആ വാക്യം ഒരിക്കൽ കൂടെ പറയാൻ വായിച്ചാട്ട്. യഹോവയ്ക്ക് എന്തുകൊണ്ട്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. എന്തുകൊണ്ട്? അവൻ നല്ലവനല്ലോ. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. മഹാവിശാലത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. വൈദികന്മാർ വീണം വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പാർക്കുവാൻ പാർപ്പിടം നമ്മ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നമ്മ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നുവരെ നമ്മെ നടത്തിയ ദൈവത്തിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതിന് വായിച്ചു നിശബ്ദമായി ദൈവത്തെ കാത്തുനിൽക്കുക. ആരും സഹായമില്ലാതെ നീ തനിച്ചായിരിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ വന്ന ദൈവമാണ്. മറുകര എങ്ങനെ കടക്കുമെന്നറിയാതെ നീ വേദനിച്ചപ്പോൾ എന്റെ ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി. ചില തീരുമാനങ്ങൾ എടുക്കുവാൻ നീ വൈകുന്നുണ്ട്. ധൈര്യമായി ചുവടുകൾ വെപ്പാൻ ആത്മാവ് ഇടപെടുകയാണ്. നീ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ, നീ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എന്റെ കരത്തിന്റെ കൂടെ ഇരിക്കും. എന്റെ ജനത്തിന് വേണ്ടി ഞാൻ പുതിയ വഴികളെ തുറക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ അനുഭവിച്ച നന്മകളെക്കാൾ, ഇന്നലകളിൽ കണ്ട ശ്രേഷ്ഠതയേക്കാൾ ഞാൻ എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഉടമതിനി വിഷാന്തുൽ ഗതനരകസി എന്തായി എന്തായി എന്ന് തലപൊക്കി നോക്കുന്നതിന്റെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കാൻ വേണ്ടി പോവുകയാണ്. തീയിറങ്ങി നശിക്കുമെന്ന് കാത്തിരിക്കുന്ന നടുവിൽ എല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞ് പ്രവചിച്ചവ നടുവിൽ ഞാൻ എന്റെ ജനത്തിന് ശ്രേഷ്ഠത കൽപ്പിക്കാൻ പോവുകയാണ്. അല്പസമയം കൂടെ എല്ലാവരും വാർത്തവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസ്യമായ കർത്താവ് നമ്മുടെ സഭായോഗത്തിൽ എണ്ണി വന്നതുകൊണ്ട് രണ്ട് കൈയും ചേർത്തടിച്ച് അത് ദൈവത്തിന് സ്തോത്രമുണ്ടാണ്. അവരോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനകളെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നവർക്കും ചെയർ ഇട്ടുകൊടുക്കണമേ. ഒരു കുറച്ച് ചെയറൂടെ മടക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഇട്ടു. ധാരാളം ആളുകളെ ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കാൻ പോവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച മീറ്റിംഗിൽ ഓർമ്മിച്ചതുപോലെ വലയെറിയുമ്പോൾ മീൻകൂട്ടം വലയ്ക്കകത്ത് അകപ്പെടുന്നത് പോലെ ഒരു പെരുത്ത മീൻകൂട്ടം ദൈവം നമുക്ക് നൽകി തരാൻ വേണ്ടി പോവുകയാണ്. രാവും പകലുമില്ലാതെ ആലയത്തിന്റെ അതിരുകൾ വിശാലമാകുവാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ മതി. സകലതും മറന്നു ദൈവത്തെ ആരാധിക്കണം. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം പൗലോസിന്റെയും ശീലാസിന്റെയും കവാടം പൂട്ടിയടച്ചുവെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി തടസ്സങ്ങളെ മാറ്റിത്തരും. 6 മാസത്തെ ആദ്യത്തെ ദൂതിനെ പറയാം, ചില തടസ്സങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. ആ തടസ്സങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. തടസ്സങ്ങൾ അവരോട് ദൈവം പറയുന്നു, തടസ്സങ്ങൾ ദൈവം മാറ്റാൻ പോവുകയാണ്. ആളുകളും സ്റ്റേജ് മാത്രമേ കാണുന്നുള്ളൂ, ആളുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരതൊന്ന് സ്റ്റേജ് വെച്ചൊന്ന് ലൈവ് ഇട്ടാട്ട് അങ്ങോട്ട് പോലീസ് ഇവിടെ ദൈവം ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന വിശ്വസതയ്ക്കാണ്. ആർക്ക് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം വിശ്വസ്തന. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ജയിലിന്റെ കവാടങ്ങൾ അടച്ചിട്ടെങ്കിൽ ജയിൽ തുറക്കുന്ന ഒരു ശക്തി ഇന്ന് മകനകത്ത് വെളിപ്പെട്ടു വരികയാണ്. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ജയിൽ തുറക്കുന്ന ആരുടെ ദൈവം ഉണ്ട്? ദൂരം പറഞ്ഞു, നീ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ദൈവം തരാൻ പോവുകയാണ്. അതിന് ദൈവം വിശാലമാകാൻ പോവുകയാണ്. ചില വ്യക്തികളുമായിട്ട് ആ ബിസിനസ് മുന്നോട്ട് പോകപ്പെട്ടവണ്ണം ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പുതിയതൊന്ന് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ ചെയ്യാത്ത ചില ബിസിനസ്സുകൾ, ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. നിന്റെ ഭാഗ്യശാലകൾ നിറയപ്പെട്ടവണ്ണം സമ്പത്ത് കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. അതിനുള്ളിൽ ആത്മീയമായ മുന്നേറ്റം നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാണ്.
മനുഷ്യന് എപ്പോഴാണ് തളർന്നു വീഴുന്നത്? ശരീരബലഹീനമാകുമ്പോഴല്ല, സാമ്പത്തിക വഴികൾ തുറക്കാതെ വരുമ്പോൾ, സാമ്പത്തിക ഉറവുകൾ കാണാതെ വരുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് വേദനിക്കുമ്പോഴാണ്. ഇതൊരു ഭൂതമാണ്. നീ അറിയാത്തൊരു വ്യക്തി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അറിയാത്തൊരു വ്യക്തി നിനക്ക് വേണ്ടി ചലിക്കാൻ നന്നായി പഠിച്ച് ഞാൻ കർത്താവിനോട് ചോദിച്ചു, 6-ാം മാസം സഭയ്ക്ക് വേണ്ടി കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ദൈവം എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില അത്ഭുതമായി ദൈവം മാറ്റും. വായിച്ച സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാം. 118-ാം സങ്കീർത്തനത്തിന്റെ 23-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചിട്ട്. 118-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. ഇത് യഹോവയാൽ സംഭവിച്ചു. മാനുഷികമായ കരങ്ങൾ കൊണ്ടല്ല, വേറൊരു വ്യക്തി മുഖാന്തരമല്ല, ദൈവം തന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അടയാളം പറയത്തക്കവണ്ണം ദൈവം ഇന്ന് പല ചെറുപ്പങ്ങളിൽ ക്ഷണിക്കാൻ പോവുകയാണ്. ദൈവം എന്നോട് പറയുന്നു, യഹോവയാ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. ഇത് യഹോവയാ സംഭവിച്ചു. ഏതാണ് യഹോവയാൽ സംഭവിച്ചത്? 22-ാം വാക്യമുണ്ട്. 22-ാം വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. വീട് പണിയുമ്പോൾ അറിയാം, ഇന്ന് ബേസ്മെന്റ് ഒന്നും ആരും കരിങ്കല്ല് കൊണ്ട് കെട്ടാറില്ല. ഉണ്ടോ പറഞ്ഞ ഉണ്ടാക്കൂ. കരിങ്കല്ല് കൊണ്ട് നല്ല കിട്ടുന്നു. പിന്നെ കോൺക്രീറ്റ് ബിൽഡിംഗ്, ബെഡ് വീശു, മണ്ണടിച്ചു, പൊളിച്ചൊക്കെയാണ് എന്റെ വീടുകളൊക്കെ പണി വരും. പണ്ട് കല്ലുകൊണ്ട് പണി, വലിയ മുട്ടിക്കല്ലുകളൊക്കെ വല്ലപ്പണിയും ഏറ്റുമാരിയും ഒക്കെ ലോറിക്ക് കൊണ്ട് ഇറക്കിയിട്ട് പണിയുന്ന, അടിച്ചു കല്ലും പണിയുന്ന കല്ലുകൾ പാകി എടുത്തിട്ട് സുന്ദരമാക്കി ബേസ്മെന്റിൽ ഇട്ടു. ഒടുവിൽ ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? കൂടത്തിൽ അടിച്ചാൽ പോലും പൊട്ടാത്ത ചില കല്ലുകൾ മാറ്റിട്ടു. വിറക് അവൻ കീറുന്നവർക്കറിയാം. ചില വിറകൊക്കെ കീറാൻ വലിയ പാടാണ്. അതിന് പേര് പറയുന്ന പേര് മുട്ടി വിറക്. പറഞ്ഞാൽ മുട്ടി വിറക്, മുട്ടിക്കല്ലെന്നൊക്കെ പറയും. അങ്ങനെയാണ് ഒരു വാക്ക്. അങ്ങനെ പഴയ മുട്ടി കല്ല് അല്ലെങ്കിൽ മുട്ടി വിറക്. കീറാൻ കൊള്ളത്തില്ല, ആപ്പ് വെച്ച് അടിച്ചപ്പോൾ പൊട്ടത്തില്ല. ഇതിനൊക്കെ എന്ത് ചെയ്യും? മാറ്റിയിടും. തടിപ്പണിയൊക്കെ ചെയ്യുന്നവർക്ക് വലിയ മരങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയും. അതിന്റെ മൂടോടെ ജേസി വെച്ച് മുക്കി കഴിഞ്ഞാൽ അത് വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഉപേക്ഷിച്ച് കളയും, അത് വേണ്ടത് വയ്ക്കും. വീട് പണിയുമ്പോൾ ചില ആളുകൾ എടുത്ത ചില കല്ലുകൾ തള്ളി മാറ്റി ബേസ്മെന്റിന്റെ മൂലയ്ക്ക് മാറ്റി. ആ കല്ലിന്റെ പേരാണ് തള്ളപ്പെട്ട കല്ല്. ഒരാമി പറഞ്ഞിട്ട് ഇന്നും പകൽ ഈ ജൂൺ 6-ാം മാസം വരുന്നത് തള്ളപ്പെട്ട ചില കല്ലുകളെ മൂലക്കല്ലാക്കി മാറ്റാൻ പോവുകയാണ്. മറന്ന ചിലതിന്, വേണ്ടാത്ത ചിലതിന്, തള്ളിത്തന്ന ചിലതിന് ദൈവം ശക്തമാക്കി മാറ്റാൻ പോവുകയാണ്. പണമില്ലാത്തതിന്റെ പേരിൽ, സ്വാധീനമില്ലാത്തതിന്റെ പേരിൽ, ആൾബലമില്ലാത്തതിന്റെ പേരിൽ, പണമില്ലാത്തതിന്റെ പേരിൽ നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ ദൈവം ഇടപെടുകയാണ്. ശക്തമാക്കി മാറ്റാൻ പോവുകയാണ്. വിശ്വസിക്കുന്നു, അടിസ്ഥാനത്തെ കുരുക്കപ്പെട്ടവന്ന് ചിലതിനെ ഉറപ്പിക്കാൻ പോവുകയാണ്. എവിടെ മാറ്റിയിട്ടോ, എവിടെ തള്ളിക്കളഞ്ഞോ, എവിടെ നീക്കി നിർത്തിയോ, അവരുടെ നടുവിൽ കടലയുടെ കാണിക്കൂ. അതിന് ഒരു നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവ്. വീട്ടുകാർ അവരെ ഉപേക്ഷിച്ചു. വീട്ടുകാർ അവരെ കുറിച്ച് പറഞ്ഞത് ഭൂതമെന്ന് അവരുടെ ദേവസ്ഥ. ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു. യേശുവിനുണ്ടായ അവഗണന വീട്ടിൽ പലപ്പോഴും ഓർക്കണം. നമ്മൾ കരുതും നാട്ടിലൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ കൂടുതൽ. അല്ല, നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. വീടിനകത്ത് വ്യാപരിക്കുന്ന ദൂഷ്പക്തികൾ
വിട്ടുപോയവരാണ്. യേശുവിന്റെ നാമം. ആരാധനയ്ക്ക് വരുന്ന സന്തോഷമുണ്ട്. വീട്ടിൽ കാലം കുത്തുമ്പോൾ എന്തോ പുകഞ്ഞുകളയുന്നതാണ്. ഇതുപോലെ ആ കെട്ടുകൾ ദൈവം പൊട്ടിക്കാൻ പോവുകയാണ്. ഒരിക്കൽ യേശുവിനെ അപ്പനും അമ്മയും സഹോദരനും കൂടെ കൂടി യേശുവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ വന്നു. പിടിച്ച് കെട്ടിക്കൊണ്ടുപോകാൻ അവരുടെ ശുശ്രൂഷകളും അവരുടെ പ്രവൃത്തികളും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നസറേത്തിലെ യേശുവിന്റെ ശുശ്രൂഷ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിമർശനങ്ങളുണ്ടായി, എതിരുകളുണ്ടായി, ആരോപണങ്ങളുണ്ടായി, ഒറ്റപ്പെടുത്തലുകളുണ്ടായി. ആ തള്ളിക്കളഞ്ഞ കല്ലിനെ എതിരെയോ മൂലക്കലാക്കി മാറ്റി. യേശുവിന്റെ നാമത്തിൽ എന്തിനാണോ നിന്നെ തള്ളിക്കളഞ്ഞത് അവരുടെ മുമ്പിൽ നിന്നെ ശ്രദ്ധനാക്കി മാറ്റാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശ്രദ്ധനാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ പദ്ധതി ഒരുക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ദൈവം പറയുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ദൂതങ്ങളെ പുറത്താക്കത്തക്കവണ്ണം നിന്റെ ആദരത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകരാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിച്ചോ ആ അഭിഷേകം ചിലർ നേരെയാക്കാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തെ നടുവിൽ നീ ചെറിയ കുടുംബമാണോ? നിന്റെ കുലം ഏറ്റവും ചെറുതാണോ? എവിടെയൊക്കെയോ നിന്നെ നിന്ദിച്ചു, എവിടെയൊക്കെയോ നിന്നെ വേദനിപ്പിച്ചു, ആരൊക്കെയോ നിന്നെ അപമാനിച്ചു, ഒറ്റപ്പെടുത്തി. യാഥാർത്ഥ്യമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സമയം ദൈവത്തിനെ ചേർത്ത് നിർത്തുന്ന ദിവസങ്ങളായി മാറുകയാണ്. ആത്മാവിനെ ചേർത്ത് നിർത്തുന്ന മണിക്കൂറുകൾ മാറുകയാണ്. ഇന്നുപോലെ എനിക്കറിയത്തില്ല മുറിവേറ്റ ഹൃദയങ്ങളുണ്ട്. അവരുടെ മുറിവുകളെ ദൈവം രക്ഷിക്കാൻ പോവുകയാണ്. ഒരു രേഖബോത്ത് ചർച്ചിനെ ആരെല്ലാം ഒറ്റപ്പെടുത്താൻ നോക്കിയോ, ആരെല്ലാം അവഗണിക്കാൻ നോക്കിയോ, ആരെല്ലാം നിന്ദിക്കാൻ നോക്കിയോ, അവരുടെ നടുവിൽ ദൈവങ്ങളെ മാനിക്കാൻ പോവുകയാണ്. അതിലും വിശാലമാകുന്ന മണിക്കൂറുകൾ എടുത്തു. ഒറ്റപ്പെടലുകൾ മനുഷ്യനെ വേദനിപ്പിക്കുന്ന സന്ദർഭമാണ്. യേശുവിന് അനുസരിതമായ വേദനകളുണ്ടായി. ഗെത്സമനയിൽ ഒറ്റപ്പെട്ടു, ആരുമില്ല. അപ്പത്തിന് ഒത്തിരി ആളുണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഒത്തിരി ആളുണ്ടായിരുന്നു. വെള്ളത്തിൽ നിന്ന് നടന്നപ്പോൾ ഒത്തിരി ആളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കൂടെ ആരുമില്ല. അങ്ങനെയുള്ള ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ആരും സഹായിക്കാനില്ല. ആരും നിന്റെ വിഷയം അറിയാതെ നീ ഒറ്റയ്ക്കിരുന്നാൽ വെള്ളമെല്ലാം പോലെ കരയുന്നുണ്ടോ? എങ്കിൽ ഉറപ്പുതരാ ഒരു ശ്രേഷ്ഠ വരാൻ പോവുകയാണ്. മൂലക്കല്ലാക്കി മാറ്റുന്നു. അതുകൊണ്ട് എല്ലാ മുട്ടും യേശുവിന്റെ മുമ്പിൽ അല്പനേരത്തേക്ക് നിന്നെ ഉപേക്ഷിച്ച മഹാകരുണയോട് ചേർത്ത് അല്പനേരത്തേക്ക് കണ്ണുമടച്ച ഏറ്റവും നല്ലത് കർത്താവ് തരും. അത് വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്തോത്രം കൊടുത്താൽ യേശുവിന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൻ മടങ്ങും. ഇപ്പോൾ നിന്റെ മുമ്പിൽ ചിലത് മടങ്ങാതെ നിൽക്കുന്നെങ്കിൽ ഉറപ്പു തരാം, അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കണമെന്ന് ചെയ്യും. രണ്ട്, നമുക്കൊരു വാക്യം വായിക്കും. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്, അതാണ് ഈ ഏറ്റെടുത്തോളം. വെറും കല്ലല്ല, ശ്രേഷ്ഠമാക്കി ദൈവമാണ്. എന്റെ കുഞ്ഞിന്റെ വിവാഹം ഈ വർഷം നടന്നു. ശ്രേഷ്ഠമേറിയ ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുക. മക്കളുടെ വിഷയത്തിന് വേണ്ടി, ഭാവി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ദൂരം പറയുകയാണ്. ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. ഉറപ്പ്
ദൈവം അത് നിശ്ചയിച്ചു വച്ചിരിക്കുക. അതെങ്ങനെയായിരിക്കും? അത് ശ്രേഷ്ഠമായിരിക്കും. അടുത്തത് അത് മാന്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും, മാന്യമായിരിക്കും. എന്തുകൊണ്ട്? അമ്പലം വിട്ട്, പള്ളി വിട്ട്, ആചാരങ്ങൾ വിട്ട്, അനുഷ്ഠാനങ്ങൾ വിട്ട് നീ ഇറങ്ങിയത് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആയതുകൊണ്ട് ദേശത്ത് ദൈവം നിന്നെ മാനിക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും. നിന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് പിടുത്തരായി മാറും. അവർ നിമിത്തം ദേശത്ത് ഒരു അനുഗ്രഹം ഉണ്ടാകും. വിശ്വസിച്ചു. ഇപ്പോഴത്തെ സാഹചര്യം നോക്കരുത്. അത് താൽക്കാലികമാണ്. അപ്പൊ മാന്യവും ശ്രേഷ്ഠമായ മൂലക്കല്ല്. എഫെസ്യ ലേഖനം 2:20 നോക്കിക്കും. എഫെസ്യ ലേഖനം 2:20 വാക്യം. ഈ മൂലക്കല്ല് ഏതായിരിക്കും? ക്രിസ്തുയേശു. ഇത് തള്ളിക്കളയാനല്ല. അതുകൊണ്ട് മൂലക്കല്ലായി മാറി. എല്ലാ നാമം യേശു കർത്താവ് എന്ന് പറയും. എല്ലാ സ്വാമികളിലും യേശു കർത്താവ് എന്ന് പറയും. ഇന്ന് നിരീശ്വരവാദികളായി ദൈവം വാദിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ യേശു കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഭൂതമാർ കൈകാലം കെട്ടി ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ഇന്ന് യേശു ദൈവമല്ല, യേശു ദൈവപുത്രനല്ല, യേശു രക്ഷകനല്ലെന്ന് പറയുന്നതിന് മുമ്പിൽ ഞാൻ ആത്മാവിൽ പറയാം, ഒരു ദിവസം കയ്യും കാലം കെട്ടി യേശു കർത്താവെന്ന് പറഞ്ഞ ശേഷം അവരെ ഏറ്റവും ഇരുട്ടിലേക്ക് തള്ളിക്കളയും. കൃപയാ ഇന്നു പകലും യേശുവിന്റെ രക്ഷകനാണെന്നോ എന്റെ കർത്താവാണെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഒരു വലിയ പരിശോധന, പരീക്ഷ ഉണ്ടായി ഫീനിക്സ് സിസ്റ്റർക്ക്. ആ മോള് ഇടപ്പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടി വെച്ച് പറഞ്ഞു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച്, അവരുടെ ക്രമീകരണം അനുസരിച്ച് പുസ്തകം ചൊല്ലണം. നന്മ പറഞ്ഞ വഴിയെ ചൊല്ലണം. ദീർഘദിവസനെ കുറിച്ച് പറയണം, അമ്മയെ കുറിച്ച് പറയണം. ആകെ ഭയന്നുപോയി. ഒരു നല്ല മറുപടി കൊടുത്തു. കൃപയ ദൈവം രക്ഷിച്ചു. നിർബന്ധമായി നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യില്ലെങ്കിൽ അതിന് ഉത്തരവാദി നീയല്ല, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാ. പറഞ്ഞ മനസ്സിലാക്കി ദൈവത്തെ സ്തോത്രം ചെയ്തിട്ട് എത്രയോ ബാലന്മാരെ തീച്ചുരക്കരത്തേക്ക് വലിച്ചെറിയാൻ പ്രമാണത്തിന് വേണ്ടി നിന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ദൈവമെങ്കിൽ ഒറ്റയ്ക്ക് വന്ന മോർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം ആ സ്ഥാപനത്തിൽ യേശു രക്ഷകനാണ്. സഹോദരന്മാരുടെ നടുവിൽ നിന്ന് തള്ളിക്കളഞ്ഞ ദാവീദിന്റെ ചരിത്രം നമുക്കറിയാം. ദാവീദ് ദൈവം പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ അവർക്ക് പറഞ്ഞത് ഉപേക്ഷിച്ചു. പക്ഷെ അടുത്ത വാക്യമാണ്, അതില്ലായിരുന്നെങ്കിൽ സഭ പോയി വരലായിരുന്നു. എങ്കിലും ഹോമിനെ ചേർത്ത് നിർത്താൻ, ദൈവം ചേർത്ത് നിർത്താൻ ചിലതിനെ മാറ്റി വെച്ചു. ചിലർ മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന് ചേർത്ത് നിർത്തുകയാണ്. വളരെ സുഖമില്ല, വളരെ ഭാരപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി. പ്രാർത്ഥിച്ചു. അവൻ പച്ചവെള്ളത്തെ വീണാക്കിയ ദൈവം, അവൻ കൊടുത്ത വെള്ളത്തിലൂടെ വ്യാപരിച്ച സൗഖ്യത്തിന്റെ ശക്തി ഇന്ന് ആരാധന പോലെ ദൈവം കൊണ്ടുവന്നു. എത്രയെത്ര സൗഖ്യത്തിന്റെ ശക്തികൾ ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ വായിച്ചത്. വീട് പണിയുമ്പോൾ തള്ളിക്കളത്തെ കല്ലിനെ ദൈവം എന്താക്കി മാറ്റി? മൂലക്കല്ല് മാറ്റി. ഇത് യഹോവയ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ. അങ്ങനെയുള്ളവർക്ക് 15-ാം വാക്യം കൂടെ വായിച്ച് വാക്ക് അവസാനിപ്പിക്കും. 15-ാം വാക്യം കൂടെ. അങ്ങനെയുള്ളവർക്ക് ഉല്ലസിക്കാനും ആഘോഷിക്കാനും ചില സംഗതികൾ കർത്താവ് തരാൻ പോവുകയാണ്. കണ്ണുകൾ അപകടങ്ങൾ, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ അത് ദൈവത്താൽ സംഭവിക്കുന്നു. നിന്നെ ശ്രേഷ്ഠയാക്കി മാറ്റുവാൻ, നിന്നെ മാന്യയാക്കി മാറ്റുവാൻ. ആരാണ് നിന്നെ ഇറക്കിവിട്ടത്? ആരാണ് നിന്നെ തള്ളിക്കളത്? ആരാണ് നിനക്കെതിരെ അപവാദം പറഞ്ഞത്? ആരാണ് നിന്നെ ഒറ്റപ്പെടുത്തിയത്? നിന്റെ കുഞ്ഞുങ്ങളെയും അവഗണിച്ചത് ആരാ? അവരുടെ മുമ്പിൽ ദൈവം നിനക്ക് മാന്യത തരാൻ പോവുകയാണ്. ആ പദം മറക്കരുത്. ശ്രേഷ്ഠവും മാന്യമായത്. ക്രിസ്തു മൂലക്കനായിരിക്കെ ആ അടിസ്ഥാനത്തുമേൽ പണിതു വരികയാണ്. എങ്ങനെ? ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി
ദൈവം ചിലരെ സുവിശേഷകരായി ആ കല്ലിനെ വെച്ച് പണിയുക. ഈ ചർച്ചയെ നോക്കിയ 6 മാസം ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ചിലരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതിനകത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളും ഒറ്റപ്പെടലുകളും മുറിവുകളും വേദനകളും പലപ്പോഴും സംഭവിക്കുമ്പോൾ ഞങ്ങളെ തള്ളിക്കളയുടെ നടുവിൽ ഞങ്ങൾ ചേർത്ത് നിർത്തി അടിസ്ഥാന മൂലക്കല്ലുമായി അങ്ങോട്ട് ചേർന്ന് പണിയുവാൻ ഞങ്ങൾ ഒരുക്കുന്നതുകൊണ്ട് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങളൊന്ന് ചേർത്ത്